ബിഗ് ബോസ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ കൊള്ളായിരുന്നു കേട്ടാ, നല്ല രസമുണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധിയും അതുപോലെ തന്നെ നമ്മുടെ അനീഷും തമ്മിലുള്ള കുറച്ച് ഫൈറ്റും കാര്യങ്ങളും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിന് സുധീനെ അറിയില്ല എന്ന് പറഞ്ഞാണ്. അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ രേണു സുധി അങ്ങ് പൊട്ടിത്തെറിച്ചു, എൻ്റെ സുധിയേട്ടനെ നിനക്കറിയില്ലടാ, ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തവനാടാ എൻ്റെ സുധിയേട്ടൻ, എൻ്റെ സുധിയേട്ടൻ നിനക്കറിയില്ലേ. അവിടെ നിന്ന് പിന്നീട് എന്ന് പറഞ്ഞാൽ ഓരോ ക്യാമറയുടെ മുന്നിൽ പോയിട്ടും ഈ രേണു സുധി എന്ന് പറയുന്ന അവര് എന്താണ് ചെയ്യുന്നത്, എൻ്റെ സുധിയേട്ടന എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സുധിയേട്ട അനീഷിനോട് ക്ഷമിച്ചേക്കണേ, സുധിയേട്ട അനീഷിനോട് സംശയിക്കണേ. ഇങ്ങനെയാണ് ഇന്നലെ എന്താ പറഞ്ഞതെന്നറിയാം, അക്ബർ ഇങ്ങനെ പറഞ്ഞു, സുധിയേട്ട അക്ബറിനോട് ക്ഷമിച്ചേക്കണേ, സുധിയേട്ട അക്ബറിനോട് ക്ഷമിച്ചേക്കണേ, അക്ബറിനോട് ക്ഷമിച്ചേക്കണേ. അല്ലടോ, എന്താ ഇത് കഥ? എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറേൻ്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ മൂങ്ങുന്നത് എന്തിനാണ്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പഠിപ്പിച്ച് വിട്ടതുപോലെ, എൻ്റെ പൊന്നി രേണു, നിനക്ക് അവിടുത്തെ സ്ഥിതി അറിയാലോ, നീ ഇവിടുന്ന് കളിക്കുന്ന ഈ ഡാൻസും കൊണ്ട് അങ്ങോട്ട് പോയേക്കരുത്, നീ അവിടുന്ന് ഒരു കാര്യം ചെയ്യണം, അവിടുന്ന് എന്തെങ്കിലും ഒരു കണ്ടന്റ് നീ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് കുറേ ആൾക്കാർ ചേർന്നിട്ടാണ് രേണുവിനെ കയറ്റി വിട്ടത്. ബോസേട്ടനും പറഞ്ഞു, എൻ്റെ പൊന്നി രേണു, നിന്നെ വിശ്വസിച്ചിട്ടാണ് നിനക്ക് ഇത്രയും പേയ്മെൻറ്റ് തന്നിട്ട് ഇതാ മറ്റുള്ളവരെ വരെ ഒഴിവാക്കിയിട്ടുണ്ട്, മൈലാഞ്ചി വരെ ഇട്ടവരെ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് നിന്നെ നമ്മൾ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ ദൈവത്തെ ഓർത്തിട്ട് നാറ്റിക്കരുത് എൻ്റെ പൊന്നു മോളെ, എന്തെങ്കിലും കണ്ടന്റ് കാണിക്കണേ എന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ സുധിച്ചേട്ടാ, ഞാൻ എത്തിയ സുധിച്ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് വന്ന രേണു പിറ്റേന്ന് മുതൽ എന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യണ്ടേ, എവിടെയാ പോകേണ്ടത്, എവിടെയാ നോക്കേണ്ടത്, എവിടെയാ ഇതുണ്ട്, ഇങ്ങനെയുള്ള ഒരവസ്ഥയിലാണുള്ളത്. അതായത് ഒരു കണ്ടന്റും കൊടുക്കാൻ വേണ്ടി രേണു സുധിക്ക് കഴിയുന്നില്ല. അപ്പം നമ്മളെല്ലാവരും പറയുന്ന പോലെ ആൾക്കാർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ബാഗിൽ നിറച്ചിട്ടൊന്നുമല്ല പോകുന്നത്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഇവരാടെ പോയിട്ട് എന്തോ കാണിക്കുന്നോ, എന്തോ ഭയങ്കര സംഭവമായിരിക്കുന്നു എന്നൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടല്ലോ. അതുകൊണ്ടല്ലേ രേണു സുധീനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അതൊക്കെ പോട്ടെ, രേണു സുധിക്ക് ഇതൊന്നും കഴിയില്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ മൂങ്ങുന്നത്? അതായത് എന്നെ ഇതുപോലെ വിളിച്ചു, എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, അവിടെ അനീഷിനെ അപ്പി എന്ന് വിളിച്ചിട്ടില്ലേ? അതായത് അപ്പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, തീട്ടം എന്നാണ് അർത്ഥം. അങ്ങനെ തീട്ടം എന്ന് വിളിച്ചിട്ടില്ലേ? അതും മോശം തന്നെയല്ലേ? അതാരും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ എന്താണ്, അയ്യോ എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചേ, അയ്യോ എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചേ, ഇതാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രശ്നം എന്താ, എൻ്റെ സുധിയേട്ടനെ അറിയില്ല, എൻ്റെ സുധിയേട്ടൻ ഇവനെ അറിയില്ല എന്ന് പറഞ്ഞു. എൻ്റെ സുധിയേട്ടാ എന്നോട് ക്ഷമിക്കുക സുധിയേട്ടാ, ആ പാവം ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്നും ഏറ്റിട്ടില്ല എന്ന് കണ്ടപ്പോഴേ രേണുവിൻ്റെ അടുത്ത കണ്ടന്റ് വന്നു. എന്താണ് കണ്ടന്റ്? അതായത് ലക്ഷ്മി നക്ഷത്രം കൊണ്ടുവന്ന ഒരു സ്പ്രേ ഉണ്ടായിരുന്നു. ആ സ്പ്രേ നാറ്റം എന്നാണ് ഞാൻ പറഞ്ഞത്, അത് എൻ്റെ തെറ്റാണെന്ന് രേണു പറയുന്നുണ്ട്. കാരണം നാറ്റം എന്ന് പറയാൻ പാടില്ലായിരുന്നു. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതായത് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഇല്ലേ, പിന്നെ സഹോദരങ്ങൾ മരിച്ചാൽ ഇല്ല, ഭർത്താവ് മരിച്ചാൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവസാനം ഇട്ട ഷർട്ടൊക്കെ എല്ലാവരും സൂക്ഷിച്ചു വെക്കും. അങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അതെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും അതൊരു ദുർഗന്ധമായിട്ട് തോന്നത്തില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ രേണു എന്താ തോന്നുന്നത്? രേണുവിന് എന്ന് പറഞ്ഞു ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗന്ധമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ പറയുക, ഏതൊരു ഇൻ്റർവ്യൂലുമായിട്ട് പറയുകയും ചെയ്തു. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് രേണു സുധിക്ക് ഈ സുധിയോടുള്ള സ്നേഹം നമുക്ക് എല്ലാവർക്കും മനസ്സിലായത്. അതായത് ഈ കാണിച്ചു കൂട്ടിയതൊക്കെ അഭിനയമായിരുന്നു, അല്ലാതെ സ്നേഹവും മണ്ണാങ്കട്ടിയൊന്നുമില്ല. സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും പറയോ ഇതുപോലെ ദുർഗന്ധമാണ്, സുധിയേട്ടൻ്റെ വേർപ്പിൻ്റെ മണമാണ് എന്നൊക്കെ ആരെങ്കിലും പറയോ? അല്ല, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കുറച്ച് അത്തറെടുത്ത് വെക്കണം, സുധീൻ്റെ അത്തറെടുത്ത് വെക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അന്നത്തെ ദിവസം തന്നെ ഈ ലക്ഷ്മി നക്ഷത്രം കൊണ്ട് കൊടുക്കുകയും ചെയ്തു. പിന്നെ രേണു സുധിക്ക് ഇതൊരു ബാധ്യതയായിട്ട് മാറുകയാണ് ചെയ്തത്. അതായത് ഇത് എവിടെ സൂക്ഷിക്കും എൻ്റെ ഈശ്വര? ഇതിങ്ങനെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും, ആൾക്കാർ എന്ത് പറയും? അതുമാത്രമല്ല, ഞാനിപ്പോഴും വേറെ ലെവലിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഇനി സ്പ്രേ നമുക്കങ്ങ് മറന്നു കളയാം. എന്നിട്ടാണ് രേണു സുധി പറഞ്ഞത്, അതൊരു ദുർഗന്ധമാണ് മക്കളെ, അതൊരിക്കലും നിങ്ങൾക്ക് ആ ഒരു മണം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ബോധം കെട്ടു പോകും എന്നൊക്കെ പറഞ്ഞത്. ആരെങ്കിലും അങ്ങനെ പറയോ? ഒരാൾ പോലും പറയില്ല. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് രേണുവിന് സുധിയോടുള്ള മറ്റൊരു സ്നേഹത്തിൻ്റെ കഥ. അതാ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്മരണയ്ക്കായിട്ട് ഒരു വീട് കിട്ടുന്നു. ആ വീട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? അയാളുടെ ഓർമ്മകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ഫോട്ടോസുകളും അയാൾക്ക് കിട്ടിയ അംഗീകാരങ്ങളും അയാൾക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ ആ വീട്ടിൽ സൂക്ഷിക്കുക. ഇതല്ല, രേണു സുധി എന്താ ചെയ്തത്? അവിടെ നിന്ന് എന്ത് ചെയ്തു? ആ സുധിക്ക് കിട്ടിയ ഒരുപാട്
ഒരുപാട് അവാർഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ചാക്കിൽ വാരി നിറച്ച് കുത്തി നിറച്ചിട്ട് എന്ത് ചെയ്തു, ഇത് കട്ടിൻ്റെ അടിയിൽ അങ്ങ് തള്ളി വെച്ചു. അതെന്തിനായിരുന്നു? ഇതാണോ രേണുവിന് സുധിയോടുള്ള സ്നേഹം? അപ്പൊ സുധിയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് കളവല്ലേ? അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ബിഗ് ബോസിൽ വന്നിട്ട് വോട്ടടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടല്ലേ, അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ. അവിടെ നിങ്ങോട്ട് PR വർക്കർ പറഞ്ഞിട്ടുണ്ടാകും, സുധിയേട്ടനെ തന്നെ പിടിച്ചോ, സുധിയേട്ടന്റെ കഷ്ടപ്പാടുകൾ പിടിച്ചോ, സുധിയേട്ടന്റെ ദാരിദ്ര്യം പിടിച്ചോ, സുധിയേട്ടന്റെ കഥകൾ പിടിച്ചോ എന്ന. പക്ഷേ ശ്രദ്ധിക്കണേ, ശാലിനിയുടെ അടുത്തേക്കൊന്നും പോയേക്കല്ലേ, അങ്ങനെ പോയി കഴിഞ്ഞാൽ കൈവിട്ടു പോകും എന്ന് PR പറഞ്ഞു കൊടുത്തത് കൊണ്ട് രേണു സുധി അതേ ട്രാക്കിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ? സുധിയേട്ടൻ സ്നേഹം, സുധിയേട്ടൻ പാസം, സുധിയേട്ടൻ സ്നേഹം, സുധിയേട്ടൻ പാസം, ഇതാണ് ഓരോ ദിവസവും കണ്ടന്റ്. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ നാട്ടുകാർക്കുള്ള സ്നേഹം പോലും ഈ രേണുവിന് സുധിയോടില്ല, അതുറപ്പാണ്. അങ്ങനെ സുധിയോട് സ്നേഹമുണ്ടെങ്കിൽ മറ്റേ എന്താ പറയേണ്ടത്, കളകൾ എന്നേ ഞാൻ പറയുള്ളൂ. അതായത് നമ്മുടെ ഈ ഞാറൊക്കെ നട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന കുറച്ച് കളകൾ ഉണ്ടാവില്ലേ, ഈ കളകളെയാണ് വിളിച്ചിരിക്കുന്നത്. എന്തിന്? സുധിയേട്ടൻ്റെ ഓർമ്മ ദിവസം. എന്തിനാണ്? എന്നിട്ട് എന്താ അവിടെ നടന്നത്? അവിടെ ഇങ്ങനെ ഡാൻസ് ആടുന്നു. മറ്റേ ആ കള പോലെ തന്നെ ഒരുത്തനുണ്ടല്ലോ ഡാൻസ് കളിക്കുന്നത്, എന്നാൽ കരേരിയ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരുത്തനുണ്ട്, അവൻ്റെ ഡാൻസാണ് അവിടെ നടന്നത്. അപ്പോൾ സുധീർ അടുത്ത സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളെയോ ആരെയും വിളിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള റീലുകൾ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് റീച്ച് കിട്ടും എന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ സുധീറിന്റെ മരണത്തിന്റെ ആ ഒരു ദിവസം പോലും ഒരു റീച്ചിന് വേണ്ടിയിട്ട്, റീലിന് വേണ്ടിയിട്ട് ചെലവാക്കുന്ന രേണുവാണെന്ന് പറയുന്നത് എന്റെ സുധിയേട്ടൻ അറിയില്ല. ക്ഷമിക്കൂ സുധിയേട്ടാ, ക്ഷമിക്കൂ സുധിയേട്ടാ. അനീഷ് എങ്ങനെ പറഞ്ഞു, ബിഗ് ബോസ് എനിക്ക് നിൽക്കണ്ട, ബിഗ് ബോസ് എനിക്ക് നിൽക്കണ്ട, ബിഗ് ബോസ് എനിക്ക് നിൽക്കണ്ട, ബിഗ് ബോസ് ക്ഷമിക്കൂ സുധിയേട്ടാ. ഇതാണ് രേണു സുധീൻ്റെ സുധി സ്നേഹം എന്ന് പറയുന്നത്. അപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് അങ്ങ് വീണ് പോകരുത്. നിങ്ങൾ ഇത് മനസ്സിലാക്കണം. അതായത് അവർക്ക് വോട്ട് കൊടുക്കുന്നതോ അവരുടെ ഇതൊന്നുമല്ല, പക്ഷേ ഈ കരച്ചിൽ എന്ന് പറഞ്ഞാൽ കള്ളക്കരച്ചിൽ തന്നെയാണ്. യാതൊരു സ്നേഹവും അവർക്കില്ല. ആ സ്നേഹമൊക്കെ കാണിക്കേണ്ടത് ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടല്ല, അതൊക്കെ കാണിക്കേണ്ടത് അവരെ ആ സുധിക്ക് കിട്ടിയ വീട്ടിലായിരുന്നു. അവിടെ എവിടെയാ അവർക്ക് സ്നേഹം? അവരെന്നിട്ട് ഇവിടെ നിന്ന് വലിയ ആളാകുകയാണ് രേണു സുധി, ഭയങ്കര സുധിയേട്ടൻ പാസവുമായിട്ട്. അവരിപ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിൽ വന്ന് ജയിക്കുന്നതിലോ അല്ലെങ്കിൽ അതൊന്നും നമുക്ക് പ്രശ്നമല്ല. പക്ഷെ ഇങ്ങനെയുള്ള നമ്പറുകൾ ഇറക്കാൻ പാടില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബിഗ് ബോസിൽ വന്നിട്ട് ഇങ്ങനെയുള്ള നമ്പർ ഇറക്കി കഴിഞ്ഞാൽ അതിവിടെ ചിലവാകില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ കിടന്നിട്ട് നിങ്ങൾ എന്താ പറയണ്ടത്, വേറെ എന്തെങ്കിലും ഗെയിം കളിച്ചോ, അവിടെ ആൾക്കാരോട് സംസാരിച്ച് തീർക്ക്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതെന്തോ പ്രശ്നം ഉണ്ടെങ്കിലും അപ്പോഴെന്ന് പറഞ്ഞാൽ സുധീൻ്റെ പേര് വിളിക്കുക. പിന്നെന്ന് പറഞ്ഞാൽ പുറത്തു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വീണ്ടും ഇവിടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യുക. അവിടെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നാണവും മാനവും ഉളുപ്പും ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, എന്നാലും പറയുകയാണ്. ആ ഒരു ഫിറോസ് എന്ന് പറയുന്ന മനുഷ്യൻ നിങ്ങൾക്ക് മാനം മര്യാദയായിട്ടൊരു വീടെടുത്ത് തന്നില്ലേ, എന്നിട്ട് ആ മനുഷ്യനെ നിങ്ങൾ ചവിട്ടി വരച്ചില്ലായിരുന്നു അയാളെ, അങ്ങനെ നിങ്ങൾ ചവിട്ടി വരച്ചതാണ്. പിന്നെ എന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഭയങ്കരമായി, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ, വീട് ചോരുന്നുണ്ടെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയുകയാണ്, അതായത് ബിഗ് ബോസിൽ വന്നിട്ടും രേണുവിൻ്റെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. ഈ അഹങ്കാരം ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ രേണുവിന് അവിടുന്ന് വന്ന രീതിയിൽ തന്നെ തിരിച്ചു വരേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഓർഡറാ അത്ര തന്നെയായിരുന്നു. അപ്പോൾ ഹൈപ്പ് ബട്ടൺ എല്ലാവരും ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. നന്ദി, നമസ്കാരം.